ഏവർക്കും പ്രതിദിന മന്നയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്താ വിഷയം സഭയും സഭായോഗവും. മത്തായി സുവിശേഷം 16:18. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. എബ്രായർ 12:22 മുതൽ 24 വരെ. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പൊതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 2:42. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പലപ്പോഴും തന്റെ ശിഷ്യന്മാരുമായി കൂടി വന്നു. മലയിലും മരുഭൂമിയിലും ഭവനങ്ങളിലും കടൽ തീരത്തും അവരുമായി കൂടി വന്നു. ക്രൂശീകരണത്തിന് മുമ്പുള്ള അവസാനത്തെ വൈകുന്നേരവും ഒരു വലിയ മാളിക മുറി കടമെടുത്ത് ശിഷ്യന്മാരുമായി കൂടി വന്നു. തന്റെ പുനരുത്ഥാനത്തിന് ശേഷം അവരുടെ കൂടിവരവിന്റെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പെന്തക്കോസ്ത് ദിവസത്തിന് മുമ്പ് ശിഷ്യന്മാർ ഒരു മനസ്സോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ കൂടി വന്നു. പെന്തക്കോസ്ത് ദിവസം വന്നപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടി വന്നിരുന്നു. ഇവയിലൂടെയൊക്കെ നാം കാണുന്നത് കർത്താവ് തന്റെ ശിഷ്യന്മാരോടൊത്ത് കൂടി വന്നിരുന്നു എന്നാണ്. അതിനാൽ രക്ഷിക്കപ്പെട്ടവരായ നാം കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്നത് ഒഴിവാക്കാൻ പാടില്ലാത്തതാകുന്നു. പേര് സഭ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? യവന ഭാഷയിൽ സഭ എന്ന വാക്കിനുള്ള പദം എക്ലീസിയ എന്നാണ്. എക് എന്നാൽ പുറത്തു വരിക എന്നും കലയോ എന്നാൽ ഒന്നിച്ചു ചേരുക അല്ലെങ്കിൽ കൂടി വരിക എന്നുമാണ്. അങ്ങനെ എക്ലീസിയ എന്നാൽ പുറത്തേക്ക് വിളിക്കപ്പെട്ടവരുടെ കൂടിവരവ് എന്നാണ് അർത്ഥം. ദൈവം ചിലരെ സുവിശേഷ മുഖാന്തരം സാത്താന്റെ അധികാരത്തിൽ നിന്നും പുറത്തേക്ക് വിളിക്കുക മാത്രമല്ല, പുറത്തേക്ക് വിളിക്കപ്പെട്ടവർ ഒരുമിച്ച് കൂടി വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പുറത്തേക്ക് വിളിക്കപ്പെട്ടവരെല്ലാം പരസ്പരം വേർപിരിഞ്ഞ് നിലകൊള്ളുന്നവരാണെങ്കിൽ നമുക്ക് സഭ ഉണ്ടാകില്ല, സഭ ഉളവാക്കപ്പെടുകയുമില്ല. അതിനാൽ കർത്താവിൽ വിശ്വസിച്ചതിന് ശേഷം നാം ശ്രദ്ധിക്കേണ്ട ഒരു അടിസ്ഥാന കാര്യമാണ് ഇത്. നാം മറ്റ് ദൈവമക്കളോടൊപ്പം ഒരുമിച്ച് കൂടി വരണം എന്നതാണ്. അതുകൊണ്ട് ഭവനത്തിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുവാനല്ല, ബൈബിൾ വായിക്കുവാനും മാത്രം അടച്ചിരിക്കുന്ന ക്രിസ്ത്യാനികളാകുവാൻ നമുക്ക് കഴിയുമെന്ന് കരുതരുത്. ക്രിസ്ത്യാനിത്വം പണിയപ്പെടുന്നത് വ്യക്തികളിന്മേൽ മാത്രമല്ല, ഒരുമിച്ച് കൂടി വരുന്നതിന്മേലുമാണ്. പക്ഷികൾക്ക് വായു എത്ര പ്രധാനമാണോ, മത്സ്യങ്ങൾക്ക് ജലം എത്ര പ്രധാനമാണോ, അതുപോലെ സഭയും സഭായോഗവും ഒരു ദൈവ പൈതലിന് വളരെ പ്രധാനമാണ്. സഭയും സഭായോഗവും ദൈവത്തിന്റെ ദിവ്യ പദ്ധതിയാണ്. യേശു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും. സഭ എന്നത് മനുഷ്യരുടെ ആശയമല്ല, അത് ദൈവത്തിന്റെ ശാശ്വത പദ്ധതിയാണ്. സഭ ഒരു കെട്ടിടമല്ല, അത് ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ കൂട്ടവും ആത്മീയ ശരീരവുമാണ്. ഒന്നാമതായി സഭ എന്താണ്? സഭ ക്രിസ്തുവിന്റെ ശരീരം. ക്രിസ്തു തല, നാം അവയവങ്ങൾ. ഒരു കൈ ശരീരത്തിൽ നിന്ന് വേർപെട്ടാൽ ജീവിക്കാൻ കഴിയില്ല. അതുപോലെ ഒരു വിശ്വാസി സഭയിൽ നിന്ന് അകന്നാൽ ആത്മീയമായി ദുർബലനാകും. സഭ ആത്മീയ കുടുംബവും ദൈവത്തിന്റെ വാസസ്ഥലവും സത്യത്തിന്റെ തൂണും ആധാരവുമാണ്. രണ്ടാമതായി സഭായോഗത്തിന്റെ പ്രാധാന്യം. എബ്രായർ 10:25 നാം വായിക്കുന്നത് നമ്മെ മുന്നറിയിപ്പ് നൽകുന്ന കാര്യമാണ്. സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. കാരണം സഭായോഗത്തിലൂടെ നാം ദൈവവചനം കേൾക്കുന്നു, പരസ്പരം പ്രബോധനം ഉണ്ടാകുന്നു, പ്രാർത്ഥനയിൽ ശക്തി നമുക്ക് ലഭിക്കുന്നു, ആത്മാവിന്റെ പ്രവർത്തനം അനുഭവിക്കുവാൻ ഇടയാകുന്നു. എന്നാൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, പക്ഷേ കൂട്ടായ്മയിലാണ് ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ ഉള്ളത്. മൂന്നാമതായി ആദ്യകാല സഭയുടെ മാതൃക. പ്രവൃത്തികൾ 2:42 പ്രകാരം അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ സ്ഥിരമായി നിലനിന്നു, കൂട്ടായ്മകളിൽ പങ്കെടുത്തു, അപ്പം നുറുക്കി, പ്രാർത്ഥനയിൽ തുടർന്നു. അവരുടെ സ്ഥിരത കൊണ്ടാണ് ആദിമകാലത്തെ സഭ ശക്തമായി വളരുവാൻ ഇടയായത്. നാലാമതായി സഭയിൽ സ്ഥിരതയുടെ അനുഗ്രഹങ്ങൾ. സഭയിൽ സ്ഥിരത പുലർത്തുന്നവർ ആത്മീകമായി വളരും, ആത്മാവിന്റെ വരങ്ങൾ അനുഭവിക്കുവാൻ ഇടയായിത്തീരും, ശുശ്രൂഷയിൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്യും, ദൈവത്തിന്റെ സംരക്ഷണം അനുഭവിക്കുവാൻ സാധിക്കും. സഭയിൽ നഷ്ടപ്പെടുന്ന ഓരോ വിശ്വാസികളും സഭയിൽ നടപ്പെടാത്ത വിശ്വാസികളാണ്. എന്ന് വെച്ചാൽ സഭയിൽ നടുന്നവർക്ക് മാത്രമേ സഭയിൽ ഫലം കായ്ക്കുവാൻ സാധിക്കൂ. ചുരുക്കത്തിൽ
സഭ ദൈവത്തിന്റെ പദ്ധതിയും സഭായോഗം ദൈവത്തിന്റെ ആജ്ഞയുമാണ്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. അതിനാൽ നമുക്ക് സഭയെ സ്നേഹിക്കാം, സഭയിൽ സ്ഥിരത പുലർത്താം, സഭായോഗങ്ങളിൽ വിശ്വസ്തരായി പങ്കെടുക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീക വളർച്ചയും ദൈവത്തിന്റെ മഹത്വവും വെളിപ്പെടുവാൻ ഇടയാകും. നമുക്ക് കർത്താവിനോട് ഇങ്ങനെ പറയാം: പ്രിയ കർത്താവേ, അങ്ങയുടെ സഭയിൽ എനിക്കും ഒരു ഭാഗമാകാൻ നൽകിയ കൃപയ്ക്ക് നന്ദി. അങ്ങയുടെ സഭയെ സ്നേഹിക്കാനും സഭായോഗങ്ങളിൽ വിശ്വസ്തരാകാനും ആത്മീയ വരങ്ങൾ അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കാനും എനിക്ക് കൃപ തന്ന് സഹായിക്കണമേ. ഇത് ആത്മാർത്ഥമായി പറഞ്ഞാൽ കർത്താവ് നമ്മെ തീർച്ചയായും സഹായിക്കും. അതിനായി ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ നിത്യകാല പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് സഭയിൽ അംഗങ്ങളായി തീരുവാനും സഭയുടെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാനും അങ്ങ് ഞങ്ങളെ ആക്കി തീർത്തിരിക്കുന്നതിനായി സ്തോത്രം. ആ സഭയുടെ ശരിയായ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് സഭായോഗങ്ങളെ മുടക്കാതെ ദൈവത്തിന്റെ കൃപ അനുഭവിച്ച് ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നാമം മഹത്വപ്പെടട്ടെ. ആമേൻ.